Hi friends, Realme U1 എന്ന ഫോൺ നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്ത് കാത്തിരുന്ന ഒരു ഫോൺ തന്നെയാണ്. ആ ഫോൺ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു മികച്ച ഫോൺ തന്നെയാണ് അതിന്റെ പ്രൈസ് റേഞ്ചിലേക്ക്. എന്തായാലും നമുക്ക് ഇന്ന് ആ ഫോണിനെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ വേണ്ട വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, Realme U1 എന്ന ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മിപ്പിക്കലാണ്. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങൾക്ക് അതുടനെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് Realme U1ന്റെ കാര്യത്തിലേക്ക് വരാം. Realme U1 ഒരു നല്ല ഡിസൈനും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. നമുക്ക് എന്തായാലും ആദ്യം അതിന്റെ ഡിസൈൻ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. 6.3 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. 90.5:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്നു. 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോൺ നമുക്ക് തരുന്നുണ്ട്. 409 പിക്സൽ പെർ ഇഞ്ചാണ് ഈ ഫോണിന്റെ ഒരു ക്വാളിറ്റി. നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു ഡിസൈൻ, നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആയിട്ട് ഫ്രണ്ട് സൈഡിൽ ഉഗ്രൻ സെറ്റപ്പ് തന്നെയാണ്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഗ്ലാസ് ഫിനിഷ് ഉണ്ട്. ഗ്ലാസ് അല്ല, ഗ്ലാസ് പോലത്തെ Realme 2 നമ്മൾ കണ്ട അതേപോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നല്ലൊരു ഗ്ലാസ് ഫിനിഷും കാര്യങ്ങളൊക്കെ ഈ ഫോൺ നമുക്ക് തരുന്നുണ്ട്. ഡിസൈനിൻ്റെ സൈഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ട്രെൻഡി ആയ ലുക്ക് ഇവിടെയും Realme കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ Realme 2 Pro നല്ല അതേപോലത്തെ നല്ല ഡിസൈൻ ഈ ഫോൺ നമുക്ക് തരും. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 8 mm ആണ്. അതിൻ്റെ വെയിറ്റ് വരുന്നത് 168 ഗ്രാമാണ്. നല്ലൊരു വെയിറ്റും നല്ലൊരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്റ്റൈലിഷ് ഡിസൈൻ. അപ്പോൾ ഡിസൈൻ സൈഡ് നല്ലൊരു കണ്ടീഷനാണ് ഈ ഫോണിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് പെർഫോമൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ helio P70 ആണ് ഇതിൻ്റെ ചിപ്സെറ്റ്. നല്ലൊരു ചിപ്സെറ്റാണ്. ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചിപ്സെറ്റ്, അതിന് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ചിപ്സെറ്റുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയ AI ഫീച്ചറുകളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ സൈഡിൽ പെർഫോമൻസ് തരാൻ കഴിവുള്ള ഒരു ചിപ്സെറ്റാണ്. കമ്പനി തന്നെ അവരുടെ ലോഞ്ച് ഇവന്റിൽ കാണിച്ചിരിക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാം. Redmi Note 6 Proയുടെ ഒരു ബെഞ്ച്മാർക്ക് സ്കോറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിനേക്കാൾ ബെറ്റർ സൈഡിലാണ് Honor 8Xന്റെ ബെഞ്ച്മാർക്ക് സ്കോർ എന്ന് അവർ കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് രണ്ടിനേക്കാളും മികച്ചതായിരിക്കും U1ന്റെ പെർഫോമൻസ് എന്നുള്ളതും അവർ ഈ സ്കോർ വഴി കാണിച്ചു തരുകയാണ്. ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. Redmi Note 6 Pro അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. Redmi Note 6 Proയേക്കാൾ ഒരു പടി മുൻപിലാണ് Honor 8Xന്റെ പെർഫോമൻസും കാര്യങ്ങളൊന്നും. അതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കാണാൻ നിങ്ങൾക്ക്. എങ്കിലും ഇവിടെ വേറൊരു നല്ല കമ്പനി കൂടി അവരുടെ ബെഞ്ച്മാർക്ക് സ്കോർ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അവരും ഇത് തന്നെയാണ് പറയുന്നത്. Redmi Note 6 Proയെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ സൈഡിലാണ് Honor 8Xന്റെ പെർഫോമൻസും കാര്യങ്ങളും. ഇത് ഞാനല്ല പറയുന്നത്, Realme ആണ് ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഒറ്റയ്ക്ക് Redmi Note 6 Proയെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് പല സുഹൃത്തുക്കളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് Redmi Note 6 Pro ഒരു വിരോധമില്ല. ആ ഫോൺ ആ റേഞ്ചിൽ മികച്ച ഫോൺ തന്നെയാണ്. അതിനേക്കാൾ സ്വല്പം ബെറ്റർ സൈഡിലാണ് Honor 8X എന്നും അതേപോലെ തന്നെ Redmi Note 5 Proയെ അപേക്ഷിച്ച് അത്ര നല്ലൊരു അപ്ഡേറ്റ് അല്ല എന്നും മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഫോൺ നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് Realme U1ന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. Realme U1 നല്ല പ്രൊസസ്സറും Mali G72 എന്ന് പറയുന്ന GPU സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 2.1 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. നല്ലൊരു പ്രൊസസ്സറാണ്. അതിൻ്റെ ഒപ്പം തന്നെ 3GB RAM 32GB വേരിയൻ്റ് എന്ന് പറയുന്ന ബേസ് വേരിയൻ്റ് ഉണ്ട്. 4GB RAM 64GB വേരിയൻ്റ് എന്ന് പറയുന്ന കുറച്ചും കൂടി കൂടിയ വേരിയൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നല്ല റാമും റോമും നല്ല പ്രൊസസ്സറും GPUം ഒക്കെ ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒപ്പം തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും ഉണ്ട്. ഡുവൽ 4G സിം സപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ 256GB വരെ ഉയർത്താവുന്ന SD കാർഡ് സ്ലോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ ഫോണിനുണ്ട്. അടുത്തായിട്ട് ക്യാമറയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 13+2 മെഗാപിക്സൽ റിയർ ക്യാമറയാണുള്ളത്. 13 മെഗാപിക്സൽ f2.2 ആപ്പച്ചറിലും ഡെപ്ത് സെൻസർ 2 മെഗാപിക്സൽ f2.4 ആപ്പച്ചറിലും വരുന്നു. മെയിൻ ക്യാമറ f2.2 ആപ്പച്ചർ എന്ന് എനിക്ക് സ്വല്പം കുറവായിട്ട് തോന്നി. സാധാരണ മെയിൻ ക്യാമറ f1.7 8 അങ്ങനെയൊക്കെ കുറച്ചും കൂടി ബെറ്റർ സൈഡിലാണ് ക്യാമറ ഫോണുകൾ കാണാറ്. ഇവിടെ കുറവാണ് കാണുന്നത്. എന്തായാലും അത് റിയൽ ലൈഫിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കത് പറയാം. ഫ്രണ്ട് ക്യാമറ ഇന്ത്യ സെൽഫി പ്രോ എന്ന രീതിയിലാണ് ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ക്യാമറയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ. 25 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലുപയോഗിക്കുന്ന സെൻസർ Sony IMX 576 ആണ്. അപ്പോൾ നല്ലൊരു ക്യാമറ സെൻസറൊക്കെ വെച്ചുകൊണ്ട് നല്ല മെഗാപിക്സലുള്ള 25 മെഗാപിക്സലുള്ള നല്ല സെൽഫി ക്യാമറ. 1.8 മൈക്രോൺ പിക്സൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടിയ പിക്സലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ബെറ്റർ ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറയിൽ കിട്ടണം. എന്തായാലും അതും നമുക്ക് റിയൽ ലൈഫിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ക്യാമറ റിവ്യൂവിനെ പറ്റി പറയുന്ന മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. എന്തായാലും ഫ്രണ്ട് ക്യാമറ അതിനെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ നല്ല ഒരു സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബെറ്റർ ലോ ലൈറ്റ് പെർഫോമൻസും കിട്ടണം. അടുത്തായിട്ട് ബാറ്ററിയുടെ കാര്യം നോക്കിയാൽ 3500 mAh ബാറ്ററിയാണ്. 5 വോട്ട് 2 ആമ്പ് ചാർജറാണ്. അതിൻ്റെ ഒപ്പം തന്നെ മൈക്രോ USB പോർട്ടാണ്. ടൈപ്പ് C പോർട്ടൊന്നും വരുന്നില്ല. ഓൾറെഡി പ്രൈസ് റേഞ്ചിൽ കൂടുതലും ഈ ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും കാണാറില്ല. അതുകൊണ്ട് അതൊന്നും ഒരു നെഗറ്റീവായിട്ട് പറയേണ്ടതില്ല. 3500 mAh എന്ന നല്ലൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫോൺ വരുന്നത്.
OTG ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈനും പെർഫോമൻസും ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫോണാണ്. ഇനി ഈ ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി മനസ്സിലാവുന്നത്. ഓൾറെഡി ഈ ഫോൺ വരുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് Redmi Note 6 Pro, Honor 8X, Realme 2 Pro എന്ന് പറഞ്ഞ ഫോണുകളൊക്കെയുള്ള ആ പ്രൈസ് റേഞ്ചിലേക്കാണ്. ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഡിസൈനൊക്കെ Realme 2 Proയുടെ സെയിം, എങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു പെർഫോമൻസ് എന്ന് തന്നെയാണ് കമ്പനി ഇവിടെ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ ഫോണിൻ്റെ പ്രൈസിംഗ് വരുന്നത് ബേസ് വേരിയൻ്റായ 3GB RAM 32GB വേരിയൻറ്റിന് 11,999 രൂപയാണ്. ഒരു നല്ല അഗ്രീസീവായ ഒരു പ്രൈസിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൈസിംഗും നല്ലൊരു ഡിസൈനും പെർഫോമൻസും ഒക്കെ ആയിട്ട് നല്ലൊരു ഫോൺ, നല്ലൊരു പ്രൈസിംഗ്. ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 5-ാം തീയതിയാണ്. ആമസോൺ എക്സ്ക്ലൂസീവ് ആണ്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കും, അത് ഉപയോഗിച്ച് എല്ലാവരും വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഡേറ്റ് തൊട്ട് തന്നെ ഒരു ഓഫറും വെച്ചിട്ടുണ്ട് അവർ. SBIയുടെ 5% ക്യാഷ് ബാക്ക് ഓഫറാണ്. ഒപ്പം തന്നെ നോ കോസ്റ്റ് EMI 6 മാസത്തെ ഒരു പ്ലാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നോ കോസ്റ്റ് EMI കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ഫോൺ നല്ലൊരു പ്രൈസിൽ നമുക്ക് സുഖമായിട്ട് ഡിസംബർ 5-ാം തീയതി തൊട്ട് വാങ്ങിക്കാൻ കഴിയും. Realme U1. അപ്പോൾ Realme U1 എന്ന ഫോണിനെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി കൂടുതൽ വിശദാംശങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.